ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തുവാ ചെയ്യാം. ഫസ്റ്റ് ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലും അപ്പം സംഗതി കുറച്ചൊരു ഫ്ലോപ്പായി പോയി. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ സംഭവമില്ല. അപ്പം കായ് ഇങ്ങനെ മുറിച്ചിട്ട് ബട്ടറിലിട്ടിട്ട് കായ് നല്ലോണം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വറക്കുക, ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കും. തേങ്ങ ചേർത്തിട്ട് തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇതാക്കിയിട്ട് പിന്നെ ഇന്നലത്തെ നമ്മൾ പഴം നിറച്ചിക്കില്ലേനോ അതിൻ്റെ കുറച്ചൊരു തേങ്ങ ബാക്കിയുണ്ടേനോ, അപ്പോൾ അതും അതിലേക്ക് മിക്സാക്കും. അതും ഒരു കടലപ്പരിപ്പിൻ്റെ ഒരു ഫ്ലേവർ വരട്ടെ വെച്ചിട്ടാണ്. അങ്ങനെ അതും മിക്സാക്കി പിന്നെ നമ്മളേക്ക് എന്താക്കും, ഒരു ജ്യൂസ് ഇവിടാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. പഞ്ചസാരയും മുട്ടയും പാലും കൂടി അടിക്കും. അപ്പോൾ അങ്ങനെ അത് അടിക്കരുത്. അത് വിസ്ക് കൊണ്ട് നമുക്ക് ജസ്റ്റ് ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് അടിച്ചതാണ് മിസ്റ്റേക്ക് പറ്റിയത്, അങ്ങനെ ചെയ്തതാണ്. അപ്പം അത് ഫ്ലോപ്പായിപ്പോയി, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ വിസ്കോണ്ട് ജസ്റ്റ് അടിച്ചാൽ മതി. ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാനത് പുഡിങ് പോലാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിങ് പോലാക്കിയെടുത്ത് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ കുനാഫ പുഡിങ് ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ ബോക്സായാലും അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിലൊരു ട്രൈ ചെയ്യാം. പിന്നെ പത്തിരി സാധാരണത്തെ പോലെ, ജ്യൂസ് മാംഗോ ജ്യൂസ് തന്നെയാണ്, ചിക്കൻ കറി അതൊക്കെ തന്നെ സാധാ വീട്ടിലുണ്ടാകുന്ന എല്ലാവരും നോമ്പിനുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നുള്ള വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.